ഇത് മാസ് മോട്ടോഴ്സിൽ നിന്ന് പറഞ്ഞാൽ ഹീറോ ഹോണ്ട പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞത് ജനറൽ സർവീസാണ്. പിന്നെ കുറച്ച് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യുള്ള, അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട്, ബ്രേക്ക് ജാമ്, സീറ്റ് ചെക്ക് ചെയ്യുക, സീറ്റ് ലോക്ക് കറക്റ്റായിട്ട് വീഴണില്ല, സെൽഫ് ചെക്കപ്പ്, സെൽഫ് ഇടയ്ക്ക് വർക്കിംഗ് അല്ല, പിന്നെ സ്പീഡോമീറ്റർ റെഡിയാക്കുക, സീറ്റ് അവർ കീ സെറ്റ് ഇടായിട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞങ്ങനെ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഫുള്ള് നമുക്ക് അതിൻ്റെ ബ്രേക്കൊക്കെ ജാമായി കിടന്ന് ഓടുന്ന അവസ്ഥയിലാണ് വണ്ടി ഓടുന്നത്. പിന്നെ എന്താ പറഞ്ഞാൽ ക്ലച്ച് സൈഡിലൊക്കെ ഓൾറെഡി ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന്, എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കിട്ടി. സെൽഫ് അടിക്കുന്ന സമയത്ത് ചില സമയത്ത് എടുക്കണില്ല, ചിലപ്പോൾ ഒന്നും അങ്ങോട്ട് സ്റ്റാർട്ടായി വരും, പക്ഷേ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. അങ്ങനത്തെ 1-2 കംപ്ലയിൻസുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. അതിൻ്റെ ലൈനർ വലിയ പഴക്കമായിട്ടില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ വീല് സെറ്റ് ചെയ്യുന്ന ആക്സിലാണത്. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൻ്റെ ബെയറിങ് പോയി കിടക്കാം, എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഷാഫ്റ്റ് ലൂസ് ആയതുകൊണ്ട് തന്നെ വീലും അതിൻ്റേതായിട്ടുള്ളൊരു പ്ലേ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രേക്ക് ലൈനർ ഹബ്ബിൽ കയറി ടച്ച് ആവുകയോ തള്ളിയാൽ നീങ്ങാത്തൊരു കണ്ടീഷൻ വരും. അത് നിലവിൽ ഓൾറെഡി ഉണ്ട് കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ ബ്രേക്കിൻ്റെ കേസ് 100% ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഈ ബെയറിങ്ങും കൂടി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് മാറണം. കൂട്ടത്തിൽ കൂടെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് മാറ്റിയിടേണ്ടത്, ബ്രേക്ക് കേബിളും ഔട്ടർ വലിയേക്കാണ്. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ ഒട്ടുമില്ല, ഫുള്ള് മുട്ടയാണ്. അത് വണ്ടി ഓടിക്കുമ്പോൾ അറിയാനുണ്ട്, നമുക്ക് നല്ല രീതിയിൽ പാളൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഹബ്ബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഗിയർ ബോക്സ് ബെയറിങ് മാറ്റി ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ആ ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേസും ഒക്കെ ആയിക്കോളും. അതേപോലെ ഈ ടയറിൻ്റെ കേസൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടോ, ടയർ തീരെ മോശമാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതേപോലെ കുറച്ച് കംപ്ലയിൻസുകളുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ തീരെ മോശമായിട്ടൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്, എയർ അടിച്ച് ക്ലീനാക്കി എടുക്കാവുന്നുള്ളൂ. ക്ലച്ച് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൽ 1-2 കംപ്ലയിൻസുകളുണ്ട്. ഒന്ന് അതിൻ്റെ ബെൻഡെക്സ് ഫുള്ള് ഡാമേജാണ്. അതായത് സെൽഫ് മോട്ടർമേന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു യൂണിറ്റാണത്. പിനിൻ സ്റ്റാർട്ടർ എന്ന് തന്നെ പറയാം, ബെൻഡെക്സ് എന്നും പറയും. അപ്പോൾ നിലവിൽ അത് ഫുള്ള് ഡാമേജാണ്. മൊത്തത്തിൽ ഈ അഴിഞ്ഞൊരവസ്ഥയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഓൾറെഡി കാണിക്കുന്നുണ്ടായിരുന്നു. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഓയിൽ ലീക്കാണ്, ഫുള്ള് ഓയിൽ ലീക്കായിട്ട് ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ ഓയിലാണ്. അപ്പോൾ നമുക്ക് ആ ക്രാങ്ക് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യണം. അതായത് പുറമേ നിന്ന് ചെയ്യാവുന്നത് ക്രാങ്ക് അലൈൻ ചെയ്തിടാമെന്നുള്ളതാണ്. അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ റെഡിയാക്കി ഇടാം. അതിനുശേഷം ഓയിൽ സീലൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഓയിൽ ലീക്കിൻ്റെ കേസ് ഒരു പരിധി വരെ കുറഞ്ഞോളും. പക്ഷേ എന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റ് വീണ്ടും കംപ്ലയിൻറ്റ് വന്നാൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വീണ്ടും വരും. അതായത് ഓയിൽ ലീക്ക് വീണ്ടും കാണിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ക്രാങ്ക് അലൈൻ ചെയ്ത് കയറ്റിയിടാമെന്നുള്ളതാണ്. അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്തേക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് യൂണിറ്റൊക്കെയാണത്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. റോളറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ള വർക്കാണ് കേട്ടോ. ക്ലച്ച് വെയിറ്റ് സെറ്റിൻ്റെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പുണ്ട്, ക്ലച്ച് വെയിറ്റും നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് പിന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെയുള്ളത് അതിൻ്റെ ബെൽറ്റാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കമ്പനി ബെൽറ്റാണ് കിടക്കണേ, ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ മൊത്തം പൊട്ടി തന്നെ ഇരിക്കണേ. തന്നെയെല്ലാം മൊത്തം ഓയിലിൽ കുതിർന്ന ഒരവസ്ഥയിലാണ് കേട്ടോ. ഈ സൈഡൊക്കെ മൊത്തം പൊട്ടിയിരിക്കണം. എന്തായാലും ബെൽറ്റ് മാറണം, കാരണം അത്രയ്ക്കും ആവശ്യമായ ഒരു അവസ്ഥയിലാണ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ. പിന്നെ ബ്രേക്ക് കേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക് പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല, കാരണം അത്രയ്ക്കും ഔട്ടർ വലിഞ്ഞേക്കാം. ഇത് ഇവിടെയൊക്കെ പൊട്ടിയേക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഔട്ടർ വലിച്ചിട്ട് വന്നേക്കണം. കാരണം ബ്രേക്ക് നമ്മൾ ബാക്കിയതൊക്കെ ക്ലിയർ ചെയ്താലും ബ്രേക്കിൻ്റെ കേബിൾ റെഡിയാക്കിയില്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. പിന്നെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു. ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് കേബിൾ മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആക്സിലേറ്റർ കേബിളും നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തേക്ക് അവസ്ഥ വളരെ മോശമാണ്. അതായത് ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബോഡി കയറണേക്കാളും മുമ്പ് ഈ രീതിയിൽ തന്നെ ഒന്ന് ഫുള്ളൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തുരുമ്പോ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് ടച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. അത് കഴിയാൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരേ, ചെയ്യണമെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ചെയ്യാം. പിന്നെ നിലവിൽ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കുന്നില്ല ഇതിനകത്ത് കേട്ടോ. പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ ഓവർഫ്ലോ പ്രശ്നങ്ങളോ വേറെ ഒന്നും തന്നെ ഇല്ല. ഓൾറെഡി അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റും കസ്റ്റമർ പറഞ്ഞിട്ടില്ല.
തന്നെയല്ല നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും വന്നില്ല. നമ്മളത് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. അങ്ങനത്തെ ഒരു ആവശ്യം ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് തൽക്കാലം ഒഴിവാക്കിയേക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ASV പൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പൈപ്പ് ഇവിടെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എയർ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയാണ് സൗണ്ട് വ്യത്യാസം കാണിക്കുക. എയർ സൈലൻസർ ലീക്കായ പോലെ സൗണ്ട് വന്നത് അതിൻ്റെയാണ്. ആ പൈപ്പ് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെയുള്ളത് കീ സെറ്റ് മറ്റേ സീറ്റ് ലോക്കുമായി ബന്ധപ്പെട്ടാണ്. സീറ്റ് ലോക്കിൻ്റെ ഓൾറെഡി ഈ ക്യാച്ചർ കംപ്ലൈൻ്റ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ താക്കോൽ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്ന ഇത് കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ താക്കോൽ കയറിയാൽ ഫുൾ ടൈറ്റായ ഒരു അവസ്ഥയിൽ നിൽക്കണേ. അതേപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഇവിടെ വരുമ്പോഴും കീ സെറ്റ് ചില നേരത്തെ ടൈറ്റ് ഉണ്ടെന്നുള്ളത് പറയേണ്ടായിരുന്നു. നിലവിൽ നമുക്ക് കീ സെറ്റപ്പാടി, അതായത് ഈ യൂണിറ്റും ഈ ബാക്കിൽ വരുന്ന സീറ്റിൻ്റെ യൂണിറ്റ് അടക്കം വരുന്ന ഒരു കിറ്റായിട്ടാണ് വരാം. അത് മാറ്റിയാലാണ് നമുക്ക് 100% ആ ഭാഗം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ കൂട്ടത്തിക്കടെ സീറ്റിൻ്റെ കേബിൾ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഈ ക്യാച്ചർ യൂണിറ്റും ഓൾറെഡി മാറ്റിയിടണം. അപ്പോഴാണ് ആ ഭാഗം കറക്റ്റായിട്ട് പോക്കുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. ഈ ക്രാങ്ക് അലൈൻമെൻറ്റിൽ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതോടെ ഒരു നനവ് പോലെ ഉണ്ട്. അത് ഓയിൽ ലീക്കിൻ്റെ ഒരു ആരംഭമാണ്. അത് ശരിക്കും ക്രാങ്ക് അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്നൊരു പാർട്ടാണ് ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോകുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരാം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിലവിൽ നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്ത് റെഡിയാക്കി കയറ്റിയിടാമെന്നുള്ളതാണ്. ഇതിൻ്റെ നമുക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണിക്കും. അതാണ് ക്രാങ്ക് അലൈൻമെൻറ്റിൻ്റെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റിയിടണം. മൊത്തം പൊടിഞ്ഞു പോയേക്കാണ്. അതൊരു സ്പോഞ്ച് മോഡലാണ്. ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് മാറ്റിയിടുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റുകൾ, ഈ ബുഷൊക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് അടി കാര്യങ്ങൾ വരുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ കുഷ്യൻ ഷോക്കിൻ്റെ ബുഷും ഓൾറെഡി ഓവറായി പോയേക്കാം. അപ്പോൾ ഈ രണ്ട് ബുഷ് സെറ്റ്, ലിങ്ക് ബുഷും ഷോക്കിൻ്റെ കുഷ്യൻ ബുഷ്, ഗ്രീൻ ബുഷ് എന്നാണ് പറയുക, അതും കൂടി മാറ്റിയാലാണ് അത്രയും ഭാഗം ക്ലിയർ ആവുള്ളൂ. പിന്നെ അതിനേക്കാൾ ഒരു ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ, ഇങ്ങനെ ലൈനർ പൊളിഞ്ഞൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടും ഫ്രണ്ട് ബ്രേക്ക് കയറി ലോഡായി ജാം ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് നിർബന്ധമായിട്ടും മാറ്റിയിടേണ്ട ഒരു പാറ്റാണ്. കാരണം ഇത് സെറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം ലൈനർ പീസ് ഇതിൽ പൊളിഞ്ഞു വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റിയിടണം. അതേപോലെ തന്നെ ബ്രേക്ക് കേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്കും ടൈറ്റാണ്. അപ്പോൾ രണ്ട് ബ്രേക്ക് കേബിളും മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആവുന്നത്. കോൺസെപ്റ്റ് ചെറിയൊരു ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. പക്ഷേ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി ആംറോണിൻ്റെ ബാറ്ററിയാണ്, അല്ല മിൻ്റയുടെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ശരിക്കും അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.35 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വരും. അതായത് ലോഡ് കൊടുക്കുന്ന സമയത്ത് 8.5 വോൾട്ടിൽ താഴേക്ക് പോവുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്ത് സാധാരണ രീതിയിൽ കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഡ് കൊടുത്താൽ ലോഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിമേന്ന് മോട്ടർ എത്ര ലോഡ് എടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മളത് ജസ്റ്റ് ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ലോഡ് എടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ വേരിയേഷൻസ് ഇവിടെ വരാം. അപ്പോൾ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് വോൾട്ട് താഴേക്ക് പോകണമായിക്കോട്ടെ 7.45 ആ റേഞ്ച് വരെയൊക്കെ വരുന്നുണ്ട്. ചില സമയങ്ങളിൽ അത് നേരെ 6ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ സ്വാഭാവികമായിട്ടും എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ 6ലേക്കൊക്കെ പോകുന്നുണ്ടോ, 6.9ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ചാർജ് ചെയ്ത് കയറ്റിയാലും കൂടി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അതിൽ കൂടുതലൊന്നും സാധാരണ രീതിയിൽ ബാറ്ററിക്ക് ലൈഫ് കിട്ടില്ല. സെയിം കംപ്ലൈൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി ബാറ്ററി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ഒരു പോംവഴിയായിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്, കാരണം എന്നാലാണ് ആ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി. ടയർ അത്യാവശ്യം പുതിയ ടയറാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ബാക്കിലത്തെ ടയർ ഫുള്ള് തീർന്നേക്കാണ്. അപ്പോൾ ബാക്ക് ടയർ ഇപ്പോൾ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ടയർ ഇതേപോലെ റിമ്മേപ്പാടി നമുക്ക് അഴിച്ച് അതിൻ്റെ ബാക്കിലേക്ക് സെറ്റ് ചെയ്തിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫ്രണ്ടിൽ കിടന്ന് ഓടി ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻസ് വന്നിട്ടുണ്ടാവും. അത് ബാക്കിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് തീർന്ന് പൊക്കോളും. അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും. ഞാൻ ജസ്റ്റ് സജഷൻ പറഞ്ഞെന്നുള്ളൂ. നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെ വേണ്ടതെന്ന് വെച്ച് ചെയ്യുക. മാറ്റുമ്പോൾ എപ്പോഴും ഇപ്പോൾ മാറ്റിയാലും എപ്പോൾ മാറ്റിയാലും നമ്മൾ മാറ്റുമ്പോൾ റൊട്ടേഷൻ ചെയ്തിടുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം നമ്മുടെ ഈ മോഡൽ വണ്ടിക്കൊക്കെ വരുന്നത് ഫ്രണ്ടും ബാക്കും 10 ഇഞ്ച് വീലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷൻ സാധ്യമാണ്. അപ്പോൾ നമുക്കത് ചെയ്യാവുന്നതാണ്. കാരണം അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മാക്സിമം അത് ഉപയോഗിക്കാൻ പറ്റും, നല്ല കംഫർട്ടായിട്ട് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ. സ്പീഡോമീറ്റർ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുകയാണ്.
മീറ്ററിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്കത് മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി പടി മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയാം. മീറ്റർ അസംബ്ലി മാറേണ്ടി വരും, കേബിൾ മാറേണ്ടി വരും, ക്രൗൺ പിനിയൻ സെറ്റ് മാറ്റിയാലാണ് മീറ്റർ ഡേസ് റെഡി ആവാം. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഒന്ന് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അതും പ്രകാരം നമുക്കത് എങ്ങനെയാണെന്ന് വെച്ചാൽ റിപ്ലൈ കിട്ടിയാൽ അതനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുക.